നമസ്കാരം. ഇന്ത്യൻ നേവിയിൽ നിന്ന് വലിയ അവസരം വന്നിരിക്കുന്നു. ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 2027 കോഴ്സിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആകെ 15 വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ തീയതി സ്റ്റാർട്ട് ആവുന്നത് 2026 മെയ് 16 മുതൽ 2026 ജൂൺ 1 വരെയാണ്. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താം. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഈ കോഴ്സ് നടക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമി കേരളത്തിലെ എഴിമലയിൽ വെച്ച് ജനുവരി 2027 ആരംഭിക്കും. സെലക്ട് ആയ സബ് ലഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യാം. 10 വർഷ സർവീസാണ്. സർവീസ് ആവശ്യമനുസരിച്ച് 4 വർഷം കൂടി നീട്ടും. ആകെ 14 വർഷം വരെ സർവീസ് ചെയ്യാം. ഇനി വാക്കൻസിയും പ്രധാന ഡേറ്റ്സും നോക്കാം. ആകെ വാക്കൻസികളുടെ എണ്ണം 15 എണ്ണമാണ്. ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക എണ്ണമായിട്ട് തിരിച്ചിട്ടില്ല. മെൻ ആൻഡ് വുമൺ 2 പേർക്കും അപ്ലൈ ചെയ്യാം. മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. ഇനി പ്രധാന തീയതികൾ കാണാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്ന തീയതി 2026 മെയ് 16 അവസാന തീയതി വരുന്നത് 2026 ജൂൺ 1 ജൂൺ 1 രാത്രി 11:59 മുമ്പ് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ സെലക്ട് ആയാൽ ആദ്യം ഇന്ത്യൻ നേവൽ അക്കാദമി എഴിമലയിൽ 22 ആഴ്ച ബേസിക് ട്രെയിനിങ് ഉണ്ടാവും. അതിനുശേഷം പ്രൊഫഷണൽ ട്രെയിനിങ് വിവിധ നേവൽ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും. ട്രെയിനിങ് പൂർത്തിയായ സബ് ലഫ്റ്റനന്റ് റാങ്ക് ലഭിക്കും. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രായപരിധി നോക്കാം. 1 ജനുവരി 2001 മുതൽ 1 ജൂലൈ 2007 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 1 ജനുവരി 2027 19.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് 10th മാർക്ക് ലിസ്റ്റിലുള്ളത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. 2 തരത്തിലുള്ള യോഗ്യതയുണ്ട്. ഒന്ന് BE അല്ലെങ്കിൽ BTech ആണ്. 2 MCA അല്ലെങ്കിൽ MSc ആണ്. അത് IT ആണ്. 60% മാർക്ക് നിർബന്ധമാണ്. 10th +2 ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ 60% മാർക്ക് വേണം. ഈ പറയുന്ന ബ്രാഞ്ചിൽ ഡിഗ്രി ഉണ്ടാവണം. കൂടാതെ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം സെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ ഡിഗ്രി വേണം. അവസാന വർഷത്തെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ SSB ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ 60% മാർക്കോടെ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കാൻഡിഡേച്ചർ ക്യാൻസൽ ആകും. ഇതുകൂടാതെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട്. നേവൽ ആർമി, എയർഫോഴ്സസ്, NCC സർട്ടിഫിക്കറ്റ് മതി. സർട്ടിഫിക്കറ്റ് DGNCC അംഗീകരിച്ചതായിരിക്കണം. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ SSBയിൽ പ്രിഫറൻസ് ലഭിക്കും. ഇനി മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ നോക്കാം. പുരുഷന്മാർക്ക് മിനിമം ഹൈറ്റ് 157 സെന്റിമീറ്ററും സ്ത്രീകൾക്ക് 152 സെന്റിമീറ്റർ ഉണ്ടാവണം. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടാകണം. ചാർട്ട് ഇന്ത്യൻ നേവി വെബ്സൈറ്റിലുണ്ട്. ശരീരത്തിൽ വലിയ ടാറ്റു പാടില്ല. ഇതുകൂടാതെ കണ്ണടയില്ലാതെ 6/6, 6/9 ആയിരിക്കണം. കണ്ണട വെച്ച് 6/6 അല്ലെങ്കിൽ 6/6 ആകണം. കളർ ബ്ലൈൻഡ് പാടില്ല. ലാസിക് സർജറി കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞിരിക്കണം. ഇനി മറ്റ് മെഡിക്കൽ നോക്കാം. ഹിയറിംഗ് പ്രശ്നം പാടില്ല. ഹാർട്ട്, കിഡ്നി, ലിവർ രോഗം പാടില്ല. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പാടില്ല. ഡെന്റൽ പോയിന്റ് 14 കൂടുതൽ വേണം. ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ നേവി വെബ്സൈറ്റിലുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് നോക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആദ്യം ആപ്ലിക്കേഷനിൽ കൊടുത്ത ഡിഗ്രി മാർക്ക് നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. കട്ട് ഓഫ് മാർക്ക് ഓരോ തവണയും മാറും. സാധാരണ 75 മുകളിലുള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റ് ആകും. ഷോർട്ട് ലിസ്റ്റ് ആയാൽ ഇമെയിലിലൂടെ SMS-ലും അറിയിക്കുന്നതായിരിക്കും. അടുത്തത് SSB ഇന്റർവ്യൂ ആണ്. ഷോർട്ട് ലിസ്റ്റ് ആയവരെ SSBക്ക് വിളിക്കും. SSB 5 ദിവസമാണ്. ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് നടക്കും. SSB പാസ്സായവർക്ക് മെഡിക്കൽ എക്സാം ഉണ്ട്. മിലിറ്ററി ഹോസ്പിറ്റലിലാണ്. 4 മുതൽ 5 ദിവസം എടുക്കും. ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടാകും. മെഡിക്കൽ ഫിറ്റ് ആയാൽ മാത്രം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരും. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നോക്കാം. SSB മാർക്കും മെഡിക്കൽ ഫിറ്റും നോക്കി ആൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. വാക്കൻസി 15 എണ്ണം മാത്രമേ ഉള്ളൂ. ടോപ്പ് 15 പേർക്ക് ജോയിനിങ് ലെറ്റർ വരും. ജനുവരി 2027 INA എഴിമലയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി സാലറി ആൻഡ് ബെനിഫിറ്റ്സ് നോക്കാം. ട്രെയിനിങ് കാലത്ത് മാസം 56,100 രൂപ സ്റ്റൈബൻഡ് ആയിട്ട് ലഭിക്കും. ഇത് ബേസിക് പേ ആണ്. ഭക്ഷണം, താമസം, യൂണിഫോം, പുസ്തകം എല്ലാം ഫ്രീ ആണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ സബ് ലഫ്റ്റനന്റ് റാങ്ക് ലഭിക്കും. സബ് ലഫ്റ്റനന്റ് ആയാൽ ബേസിക് പേ 56,100 ആണ്. മിലിറ്ററി സർവീസ് പേ ആണെങ്കിൽ 15,500 ആണ്. DAHRA, ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം കൂടി ആദ്യ മാസം തന്നെ 1,10,000 രൂപ വരെ ശമ്പളം ലഭിക്കും. എല്ലാ വർഷം ഇൻക്രിമെന്റ് ഉണ്ടാകും. ഇനി മറ്റ് ആനുകൂല്യങ്ങൾ നോക്കാം. ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി കുടുംബത്തിന് മുഴുവനായിട്ട് ലഭിക്കും. നേവി ഹോസ്പിറ്റലിൽ ഫ്രീ ചികിത്സ ലഭിക്കും. ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്.
സാധനങ്ങൾ 50% വിലക്കുറവിൽ ലഭിക്കും. വർഷം 60 ദിവസം ലീവ് ലഭിക്കും. LTC ഫെസിലിറ്റി, അക്കോമഡേഷൻ ഫ്രീ. പ്രൊമോഷൻ വേഗത്തിലുണ്ട്. 2 വർഷം കൊണ്ട് ലെഫ്റ്റനന്റ്, 6 വർഷം കൊണ്ട് ലെഫ്റ്റനന്റ് കമാൻഡർ ആകാനായിട്ട് സാധിക്കും. 10 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ റിലീസാകുമ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടും. ഏകദേശം 12 ലക്ഷം രൂപ. പിന്നെ സർക്കാർ ജോലി റിസർവേഷൻ ഉണ്ട്. PSUകളിൽ ബാങ്കിൽ മുൻഗണന ലഭിക്കും. IT കമ്പനികളിൽ നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കും. നേവിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ്. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. join.indiannavy.government.in എന്ന വെബ്സൈറ്റിൽ കയറണം. ഹോം പേജിൽ ഓഫീസർ എൻട്രി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ SSC എക്സിക്യൂട്ടീവ് IT എന്ന ലിങ്ക് കാണാം. 16 മെയ് 2026 മുതൽ ലിങ്ക് ആക്റ്റീവ് ആകും. ഇനി രജിസ്ട്രേഷൻ പ്രോസസ് നോക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കണം. OTP വരും. OTP അടിച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അഡ്രസ് എല്ലാം കൊടുക്കണം. ഇതിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, പൂർണ്ണമായും ഫ്രീ ആണ്. സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. ആപ്ലിക്കേഷൻ നമ്പർ വരും, അത് സേവ് ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ആയാൽ ഇമെയിലും SMS-ലും അറിയിപ്പ് വരും. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അയക്കാനായിട്ട് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ അയച്ചാൽ എല്ലാം റിജക്റ്റ് ആവും. ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കും. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എൻട്രിയിൽ സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം. നേവിയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരമുണ്ട്. ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആകാനുള്ള സുവർണ അവസരമാണിത്. രാജ്യത്തെ സേവിക്കാൻ നല്ല ശമ്പളം ലഭിക്കും. കുടുംബത്തിന് സുരക്ഷ ലഭിക്കും. 10 വർഷം കഴിഞ്ഞ് പുറത്തു വന്നാലും നല്ല ജോലി ലഭിക്കും. യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. വീട്ടുകാരെ കാണിക്കുക, സുഹൃത്തുക്കളെ അറിയിക്കുക. അവസാന തീയതി 2026 ജൂൺ 1 മറക്കരുത്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.